എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് ഫ്രീക്വൻ്റ്ലി എൻക്വയറി ചെയ്തിട്ട് നമ്മുടെ ഒ പിയിൽ സ്ഥിരമായിട്ട് വരുമ്പോൾ ആളുകളിൽ ഉണ്ടാകുന്ന സംശയങ്ങളെ പറ്റിയിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യനെ സംബന്ധിച്ചാണ്. ഒരാൾക്ക് എത്ര തവണ ഹെൽത്തി ആയിട്ട് സെക്സ് ചെയ്യാൻ സാധ്യമാവും, അതുപോലെ തന്നെ എത്ര ഫ്രീക്വൻസി കൂടുമ്പോഴാണ് നമ്മൾ സെക്സ് ചെയ്യേണ്ടത്, ഈ നോർമലായിട്ട് സെക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ നല്ല സെക്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മോർണിംഗ് ഇറക്ഷൻസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, അതുപോലെ തന്നെ സെക്സിന് മുന്നേ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഭക്ഷണത്തിലോ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണോ എന്നിവയെ പറ്റിയൊക്കെ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. ഒരാൾക്ക് എത്ര ദിവസം എത്ര തവണ സെക്സ് ചെയ്യണം എന്നതിന് ഒരു ഒറ്റ ഉത്തരമല്ല. അതിന് ഡിപ്പെൻഡായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ വയസ്സ്, അതുപോലെ തന്നെ പങ്കാളികളുടെ താല്പര്യം, മറ്റു നമ്മുടെ ശാരീരിക ആരോഗ്യം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മറ്റു പല അസുഖങ്ങൾ, ഷുഗർ പോലെയുള്ളവ അസുഖം, BP പോലെയുള്ളവ, കൊളസ്ട്രോൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇവയൊക്കെ ഡിപ്പെൻഡാണ് നമ്മൾ ഈ കാര്യത്തിൽ സെക്സിൽ എങ്ങനെ ഏർപ്പെടണം, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെ ഇരിക്കണം എന്നതിനെയൊക്കെ ഈ കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡാണ്. ഇനി പ്രധാനമായിട്ട് നമ്മൾ പൊതുവേ ഒരു ഹെൽത്തി ആയിട്ട് പറയാറുള്ളത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇത് സാധാരണ ആരോഗ്യവാനായിട്ടുള്ള ആളുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് എങ്കിൽ 20 വയസ്സ് മുതൽ 30 വയസ്സുള്ള ഒരു കപ്പിൾസ് ആണെങ്കിൽ അവർ ആഴ്ചയിൽ 3 to 6 തവണയെങ്കിലും സെക്സ് ഉണ്ടായിരിക്കണം എന്നാണ്. 40 വയസ്സിൻ്റെയും 50 വയസ്സിൻ്റെയും ഇടയിലുള്ള കപ്പിൾസുകളാണെങ്കിൽ അവർ 1 മുതൽ 4 തവണയെങ്കിലും ആഴ്ചയിൽ സെക്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 50 വയസ്സിന് ശേഷമുള്ള ആളുകളാണെങ്കിൽ, 50 വയസ്സിന് ശേഷമുള്ള കപ്പിൾസുകളാണെങ്കിൽ അവരിൽ ഉണ്ടാവേണ്ട സെക്സിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 മുതൽ 2 തവണ എന്നുള്ളതാണ്. 50 വയസ്സിന് മുകളിലുള്ള കപ്പിൾസിലാണെങ്കിൽ 1 മുതൽ 2 തവണയെങ്കിലും ആഴ്ചയിൽ സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൾ ആളുടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതിയെ ഡിപ്പെൻഡാണ് നമ്മൾ പറയാറുള്ളത് സെക്സിൻ്റെ എത്ര തവണ സെക്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ആദ്യം പറയേണ്ടായി പങ്കാളിയുടെ താല്പര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യം ഏറ്റവും അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെക്ഷൽ കോണ്ടാക്റ്റ് കഴിഞ്ഞ് എങ്ങനെയാണ് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള സെക്സ് ആയിരുന്നു, അല്ലെങ്കിൽ നമുക്ക് മറ്റ് ഇഷ്യൂസുകളില്ല എന്ന് നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മൾ ആഫ്റ്റർ സെക്സിന് ശേഷം നെക്സ്റ്റ് ഡേ നമുക്ക് ശ്വാസത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ കിതപ്പ് ഉണ്ടാവുക, അതുപോലെ തന്നെ വളരെയധികം അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ആഫ്റ്റർ സെക്സിന് ശേഷം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുമൂലം തന്നെ സെക്സ് ചെയ്യുന്നതിനുള്ള ഡ്യൂറേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതാണ്. സെക്സിനെ പറ്റി പറയുമ്പോൾ ചില തെറ്റിദ്ധാരണകൾ ആളുകളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഉണ്ടാവുകയാണെങ്കിൽ അവരിൽ ബലക്കുറവ് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് എന്ന് ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അതൊരു മിഥ്യാധാരണയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏജ് ആയി കഴിഞ്ഞാൽ, വയസ്സായാൽ സെക്ഷൽ റിലേഷൻ പാടില്ല എന്നും ആളുകൾ ധരിക്കാറുണ്ട്. അതും മറ്റൊരു മിഥ്യാധാരണയാണ്. അതുപോലെ തന്നെയാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ സെക്സ് ചെയ്യാവൂ എന്ന് പലപ്പോഴും ആളുകൾ ഒ പിയിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമല്ലേ കോണ്ടാക്റ്റ് ഉണ്ടാവാറുള്ളൂ എന്ന്. അത് മറ്റൊരു തെറ്റായ ധാരണയാണ്. നമ്മുടെ പാർട്ട്ണർ വില്ലിങ് ആണെങ്കിൽ, അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെക്ഷൽ ആക്ടിവിറ്റീസുകൾ ചെയ്യാവുന്നതാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ, ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തികൾ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ മറ്റ് ചില മെഡിസിൻസ്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരത്തിലൊരു സെക്ഷൽ റിലേഷൻസ് ഉണ്ടാവുന്നതാണ് ഏറ്റവും ഉത്തമം. ഉദാഹരണ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആളുകൾ ചോദിക്കുന്നത് മോർണിംഗ് ഇറക്ഷൻസ്, അതായത് രാവിലെ ഉണ്ടാവുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, രാവിലെയാണ് പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ ഏറ്റവും പീക്ക് ലെവൽ ഉണ്ടാവുക. അതായത് 4 മണി മുതൽ 8 മണി വരെയാണ് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഏറ്റവും കൂടുതൽ പീക്കായിട്ട് പുരുഷന്മാരിൽ ഉണ്ടായിരിക്കുക. ആ സമയങ്ങളിൽ സെക്ഷൽ ഇറോസൽ, അതായത് ആ ഭാഗങ്ങളിലേക്കുള്ള സർക്കുലേഷൻസ് ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് മോർണിംഗ് ഇറക്ഷൻസ് കൂടുതലായിട്ടുണ്ടാവുക. മറ്റൊരു കാരണം ഉറക്കത്തിൻ്റെ ഒരു പാറ്റേൺ ആണ്. ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഉറക്കത്തിൻ്റെ പാറ്റേൺ മൂലവും ഉദാഹരണം കൂടുതലായിട്ടുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ സമയങ്ങളിൽ മൂത്രം കൂടുതലായിട്ട് നമ്മുടെ ബ്ലാഡറിൽ കലക്ട് ചെയ്യുകയും അതുമൂലം തന്നെ ആ ഭാഗങ്ങളിലുള്ള നാഡികളൊക്കെ പെട്ടെന്ന് ആക്ടിവേറ്റ് ആവുന്നത് മൂലവും ഇത്തരത്തിൽ ഉദാഹരണം മോർണിംഗ് ഇറക്ഷൻസ് കൂടുതലായിട്ടുണ്ടാകാറുണ്ട്.
ഇനി നല്ല സെക്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പങ്കാളിയായിട്ടുള്ള നല്ല രീതിയിലുള്ള ആശയവിനിമയങ്ങൾ. എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടനിഷ്ടങ്ങൾ, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയെന്ന് അറിഞ്ഞ് അവരെ ഇമോഷണലി ബോണ്ടിങ് ചെയ്യുക, എന്നിവയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് നമ്മുടെ പെർഫോമൻസ് ആങ്സൈറ്റി കുറയ്ക്കാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയും ഇറക്ഷൻ, പ്രിമച്ചർ ഇജാക്കുലേഷൻ, സീക്രസ് സ്കലിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പങ്കാളിയുടെ താല്പര്യങ്ങൾ അറിഞ്ഞിട്ട് പെരുമാറുക എന്നുള്ളത്. അതുപോലെ തന്നെ ഫോർപ്ലേക്ക് നല്ല രീതിയിൽ സമയം കണ്ടെത്തുക എന്നുള്ളത്. പോൺ വീഡിയോസുകൾ ഒരിക്കലും റിയാലിറ്റി അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊണ്ട് തന്നെ പെരുമാറാനും ശീലിക്കുക. മറ്റൊന്ന് നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക. അതിൽ തന്നെ 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. പെൽവിക് ഫ്ലോർ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിഗൽ എക്സസൈസുകൾ, പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ നല്ല രീതിയിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ശരിയായ ആരോഗ്യം മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 30 മുതൽ 45 മിനിറ്റ് വരെ നടക്കുക എന്ന് പറയേണ്ടായി. അതുപോലെ തന്നെ ഉറക്കവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 7 മുതൽ 8 മണിക്കൂർ വരെ തന്നെ നല്ല ഡീപ്പ് ആയിട്ടുള്ള സ്ലീപ്പ്. മറ്റൊന്ന് സമീകൃതമായിട്ടുള്ള ഭക്ഷണശൈലി, നല്ല രീതിയിലുള്ള നമ്മുടെ സമീകൃതമായിട്ടുള്ള ആഹാരം ശീലാക്കാനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അഡിക്ഷൻസ് ഒഴിവാക്കുക. നമ്മുടെ പുകവലി, മദ്യപാനം പോലെയുള്ളവ ഒഴിവാക്കുക. അതുപോലെ തന്നെ പോൺ വീഡിയോ അഡിക്ഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പലപ്പോഴും അവർ വിചാരിക്കുക അതാണ് റിയാലിറ്റി എന്നുള്ളത്. എപ്പോഴും അത് മനസ്സിലാക്കുക, അതൊരു വീഡിയോ, ഒരു ഇമാജിനേഷൻസ് മാത്രമാണ്, അതൊന്നുമല്ല റിയാലിറ്റി എന്നും. കമ്പാരിസൺസ് ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കപ്പിൾസ് തമ്മിലുള്ള കമ്പാരിസൺ, പോൺ വീഡിയോസിനകത്ത് കാണുന്നതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഫാമിലിയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതല്ല റിയാലിറ്റി എന്ന് ഉൾക്കൊണ്ട് തന്നെ ഈ പോൺ അഡിക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ തന്നെ പലപ്പോഴും സെക്ഷൽ സ്റ്റിമുലൻസ് ആയിട്ടുള്ള പല ടാബ്ലറ്റുകളും വാങ്ങിക്കഴിക്കുക. അതുപോലെ തന്നെ സ്പ്രേസുകളൊക്കെ യൂസ് ചെയ്യുന്ന പല ആളുകളും ഉണ്ട്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലൊക്കെ മെഡിസിൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അവ കഴിക്കുക. ഇനി സെക്സിന് മുന്നേ തന്നെ പുരുഷന്മാരും സ്ത്രീകളും എന്തൊക്കെ തരത്തിലുള്ള ഫുഡിൽ നമ്മൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്സ് കുറച്ചും കൂടി ആസ്വാദകരമാകാം എന്നുള്ളതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് രാത്രിയിലെ ഭക്ഷണം നേരത്തെ കഴിക്കുക. അതായത് 7 മണിയുടെയും 7:30യുടെയും ഉള്ളിൽ നമ്മൾ രാത്രിയിലെ ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഡൈജഷൻ വളരെ പ്രോപ്പറായിട്ടുള്ള രീതിയിലാകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ലീപ്പ് കിട്ടുകയും സെക്സിന് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയും സഹായിക്കുന്നതാണ്. സ്ത്രീകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിക്കേണ്ടതാണ് മാതളം, അതായത് ഉറുമാമ്പഴം, അതുപോലെ തന്നെ നമ്മുടെ വാഴപ്പഴം, ആപ്പിൾ പോലെയുള്ളവയൊക്കെ അതിനകത്തൊക്കെ പൊട്ടാസ്യമൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാമിനയെ ബൂസ്റ്റ് ചെയ്യാനും സെക്ഷൽ എറോസൽസ് ഒക്കെ കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സുകൾ, നട്ട്സിന് അകത്ത് തന്നെ വാൾനട്ട്, ബദാമൊക്കെ നമ്മുടെ സെക്ഷൽ സ്റ്റിമുലേഷൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനും നല്ല രീതിയിൽ പൊട്ടാസ്യം, മാഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനും സഹായിക്കുന്നതാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ബീട്രൂട്ട്, വെളുത്തുള്ളി, മുട്ട, അതുപോലെ തന്നെ മത്സ്യങ്ങളൊക്കെ. ഇവയൊക്കെ നമ്മുടെ സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സ്മൂത്ത് സെക്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളൊരു നേരത്തെ ഏർലി തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, രാത്രിയിലെ ഭക്ഷണങ്ങൾ ഒരു 7 to 7:30 ഉള്ളിൽ കഴിക്കുന്നതും നല്ല രീതിയിലുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും നമ്മുടെ ഡൈജഷനും പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്തരത്തിൽ സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.